UDF അധികാരത്തിൽ വന്നാൽ എന്താണ് സംഭവിക്കുക? മലയാള മനോരമ ദിനപത്രം തന്നെ ചില സൂചനകൾ നൽകി തുടങ്ങിയിട്ടുണ്ട്. അതല്ല മലയാള മനോരമയുടെ ലക്ഷ്യം. UDF എങ്ങാനും അധികാരത്തിൽ വന്നാൽ ആ സർക്കാരിനെ ഇപ്പോഴേ വെള്ളപൂശാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗം കൂടിയാണ് ഈ വാർത്ത എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നത്തെ മലയാള മനോരമ ദിനപത്രത്തിൽ വന്ന വാർത്തയാണ്. ഇന്നത്തെ മലയാള മനോരമ എന്ന് വെച്ചാൽ 2026 ഏപ്രിൽ 23 വ്യാഴാഴ്ചയിലെ മലയാള മനോരമ ദിനപത്രത്തിൽ 11-ാം പേജിൽ വന്ന ഒരു വാർത്ത. വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: ഹിമാചലിൽ ശമ്പളത്തിൻ്റെ 30% കട്ട്. ഈ കേരളത്തിലും വരുമോ ഈ ഗതി? ഹിമാചലിൽ ശമ്പളത്തിൻ്റെ 30% കട്ട് എന്ന രീതിയിലൊരു വാർത്ത നൽകിയാൽ വാർത്ത കിടക്കട്ടെ എന്ന് വിചാരിക്കാം. പക്ഷേ കേരളത്തിലും വരുമോ ഈ ഗതി എന്ന് കുറച്ചുകൂടി വലിയ അക്ഷരത്തിൽ മലയാള മനോരമ കൊടുക്കേണ്ട കാര്യം എന്താണ്? സംശയം വേണ്ട. UDF സർക്കാർ എങ്ങാനും അധികാരത്തിൽ വന്നാൽ ഇതൊക്കെ കേരളത്തിൽ ചെയ്യേണ്ടി വരും. ഹിമാചൽ സർക്കാർ ചെയ്തതുപോലെ കേരളത്തിലും ചെയ്യേണ്ടി വരും എന്ന സൂചന, മുന്നറിയിപ്പ് നൽകുകയാണ്. ഇനി അന്ന് UDF സർക്കാരിനെ നിങ്ങളാരും കുറ്റം പറയേണ്ട, ഇന്നത്തെ LDF സർക്കാരിൻ്റെ പ്രശ്നമാണ് ഇത് എന്ന് ഇപ്പോഴേ പറഞ്ഞു വെക്കുക എന്ന ദുഷ്ടലാക്കും മലയാള മനോരമയുടെ ഈ വാർത്തയിലുണ്ട്. എന്താണ് വാർത്തയിൽ പറയുന്നത് എന്ന് നോക്കാം. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ഹിമാചൽ പ്രദേശിൽ IAS IPS ഉൾപ്പെടെ ഉദ്യോഗസ്ഥർക്ക് 20% മുതൽ 30% വരെ ശമ്പളം കട്ട് ചെയ്യുന്നു. പക്ഷേ തുക മാറ്റിവെച്ച ശേഷം സർക്കാർ തീരുമാനിക്കുന്നതനുസരിച്ച് മറ്റൊരിക്കൽ നൽകുമെന്ന് ഹിമാചൽ ധനകാര്യ സെക്രട്ടറിയുടെ ഉത്തരവിൽ പറഞ്ഞു. സാമ്പത്തിക ഞെരുക്കവും വരുമാനത്തിലെ ഇടിവും രൂക്ഷമായ കേരളത്തിലും ഇതേ ഗതി വരുമോ എന്ന് ഇതോടെ ആശങ്ക ഉയർന്നു. വരവും ചെലവും തമ്മിലുള്ള വ്യത്യാസമായ റവന്യൂ കമ്മി കേരളത്തിൽ 2026-27 സാമ്പത്തിക വർഷം 34,587 കോടിയിലെത്തുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ബജറ്റിന് ശേഷം ഇലക്ഷൻ പ്രചാരണങ്ങൾക്ക് ഉൾപ്പെടെ നടത്തിയ അധിക ചെലവുകൾ ഈ കണക്കിൽ വരുന്നുമില്ല. പുതിയ സർക്കാർ അധികാരമേൽക്കുമ്പോൾ നേരിടാൻ പോകുന്ന വൻ വെല്ലുവിളിയാണിത്. ഹിമാചലിൽ ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി, DGP, ADGP, ഫോറസ്റ്റ് കൺസർവേറ്റർ എന്നീ തലങ്ങളിൽ 30% ശമ്പളം മാറ്റിവയ്ക്കുകയാണ്. സെക്രട്ടറിമാരും വകുപ്പ് തലവന്മാരും IG-യും DIG-യും മറ്റും ഉൾപ്പെടുന്ന തലങ്ങളിൽ 20%. ഭവന വായ്പ ഉൾപ്പെടെ വായ്പകൾ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നവർ അതു സംബന്ധിച്ച് സത്യവാങ്മൂലം നൽകണം. തിരിച്ചടവ് തുക കുറച്ചിട്ട് ബാക്കി തുകയുടെ 20% അല്ലെങ്കിൽ 30% മാറ്റിവെക്കുന്നതായിരിക്കും. റവന്യൂ വരവിൻ്റെ 71%വും ശമ്പളത്തിനും പെൻഷനും പലിശ തിരിച്ചടവിനും ചെലവിടേണ്ട കേരളത്തിൽ പുതിയ സർക്കാരിന് കിഫ്ബിയുടെ 16,517 കോടി തിരിച്ചടവിന്റെ ബാധ്യതയും നടപ്പുവർഷം തന്നെ വരികയാണ് എന്ന് പറയുകയാണ് മലയാള മനോരമ ദിനപത്രം. എന്ന് വെച്ചാൽ ഹിമാചൽ പ്രദേശ് സർക്കാർ നടപ്പാക്കിയ ഈ നടപടി, നിയന്ത്രണം ഇതാ കേരളത്തിലും വേണ്ടിവരും UDF സർക്കാർ എന്ന് പറയുകയാണ്. UDF സർക്കാർ എന്ന് പറയുന്നില്ല, കോൺഗ്രസ് സർക്കാർ ചെയ്ത നടപടികൾ സൂചിപ്പിച്ച് വാർത്ത നൽകുന്നത് കൊണ്ട് സ്വാഭാവികമായും അടുത്ത സർക്കാർ UDF ആയിരിക്കുമെന്നും അപ്പോൾ UDF സർക്കാർ ഇതൊക്കെ സഹിക്കേണ്ടി വരുമെന്നും ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമെന്നും എന്നൊരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത് മലയാള മനോരമ. ഹിമാചൽ പ്രദേശിൽ മാത്രമാണോ ഈ പ്രശ്നം? കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട്. കർണാടകയിൽ വാർത്ത വന്നിട്ടുണ്ട്. കർണാടകത്തിൽ ഏപ്രിൽ 3-ാം വാരമായിട്ടും റവന്യൂ, വിദ്യാഭ്യാസം, പോലീസ്, മൃഗസംരക്ഷണം, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് തുടങ്ങിയ പ്രധാന വകുപ്പുകളിലെ 6.4 ലക്ഷത്തോളം ജീവനക്കാർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല. വാർത്തയാണ്. ഇനി കർണാടകയിൽ നിന്ന് നേരെ തെലങ്കാനയിലേക്ക് പോയാലോ? അവിടെ ജീവനക്കാർ സമരത്തിലാണ്. അതിൻ്റെ വാർത്ത വന്നിട്ടുണ്ട്. വാർത്ത ഇങ്ങനെയാണ്: കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ ശമ്പളവും പെൻഷനും മറ്റാനുകൂല്യങ്ങളും മുടങ്ങിയതിനെതിരെ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു എന്നാണ്. കർണാടകയിൽ 6.4 ലക്ഷത്തോളം ജീവനക്കാർ ദുരിതത്തിൽ കഴിയുന്നു. അവർക്ക് ശമ്പളം ലഭിക്കുന്നില്ല. തെലങ്കാനയിൽ വലിയ സമരം ചെയ്യുന്നു ശമ്പളത്തിന് വേണ്ടി ജീവനക്കാർ. ആ തെലങ്കാന മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ വന്ന് പിണറായി വിജയനോട് പറഞ്ഞത് പോടാ മോനെ ദിനേശ എന്ന്, പോടാ മോനെ പിണറായി എന്ന്. ആലോചിച്ച് നോക്കണം. ക്ഷേമപ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. ശമ്പളം പോലും കൊടുക്കാൻ കഴിയാത്ത സംസ്ഥാനമായി കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാന മാറി. ആ തെലങ്കാനയുടെ മുഖ്യമന്ത്രി കേരളത്തിൽ വന്നിട്ട് പിണറായി വിജയനെ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്ന, പെൻഷൻ നൽകുന്ന, ശമ്പളം മുടങ്ങാത്ത, അടിസ്ഥാന സൗകര്യ മേഖലയിൽ വൻ കുതിച്ചുചാട്ടം നടത്തുന്ന കേരള സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയോട് തെലങ്കാനയിൽ വന്ന് നമുക്ക് വികസനം ചർച്ച ചെയ്യാം എന്നൊക്കെ പറഞ്ഞു പോകുന്നത് അല്പമെങ്കിലും ഉളുപ്പ് വേണ്ടേ എന്ന് ചോദിക്കേണ്ടി വരും. പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞു പോകാനുള്ള സാഹചര്യം ഇവിടെയുണ്ട്. നമ്മുടെ മാധ്യമങ്ങളൊന്നും അതേക്കുറിച്ച് വാക്കുപോലും പറയില്ല. എന്താണ് തെലങ്കാനയിൽ നടക്കുന്നത് എന്ന് പറയില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഹിമാചൽ പ്രദേശിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്ന്
മലയാള മനോരമ പറയുന്നത്. പക്ഷേ നേരത്തെ ഇത് സംബന്ധിച്ച് വാർത്തകളും സർക്കാർ ഉത്തരവുകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചിരുന്നു എന്ന കാര്യം പക്ഷേ മലയാള മനോരമയ്ക്ക് മനസ്സിലായിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടാകില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, UDF സർക്കാർ അധികാരത്തിൽ വരില്ല. അഥവാ വന്നാൽ കടുത്ത നടപടിയിലേക്ക്, സാമ്പത്തിക അച്ചടക്കത്തിലേക്ക്, നിയന്ത്രണത്തിലേക്ക് ഒക്കെ പോകേണ്ടി വരുന്ന അവസ്ഥയാണ് ഉള്ളത് എന്ന് ഇപ്പോഴേ പറഞ്ഞു വെക്കുകയാണ് മലയാള മനോരമ ദിനപത്രം ചെയ്യുന്നത്. ഇപ്പോഴേ തുടങ്ങി UDFനെ വെള്ള പൂശാൻ എന്നർത്ഥം.